ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയാണ്. കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റ് അറിഞ്ഞു വിടരാം. അതിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആദ്യത്തെ പറക്കലിലെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോക്കാം. പറക്കാൻ തുടങ്ങുമ്പോൾ നേരമായി നിനക്കു ജീവിക്കാൻ നേരമിന്നു തിരക്കു കൂട്ടുന്നു. കോഴി കടമനിട്ട രാമകൃഷ്ണൻ. മുകളിൽ കൊടുത്ത കവിതാഭാഗം ഈ കഥയിലെ കുഞ്ഞു കടൽ കോഴിയുടെ ആദ്യത്തെ പറക്കലുമായി എങ്ങനെയെല്ലാം യോജിക്കുന്നു? ഉത്തരം നോക്കാം. കടമനിട്ടയുടെ കോഴി എന്ന കവിത കുഞ്ഞിക്കോഴികളെ സ്വയം പര്യാപ്തരാക്കുന്നതിനെ കുറിച്ച് പറയുന്നു. എന്നും മാതാപിതാക്കളുടെ തണലിൽ നിൽക്കാനാവില്ല. ഒരു പ്രായം എത്തുമ്പോൾ നമ്മൾ സ്വന്തമായി ഭക്ഷണം കണ്ടെത്താനും നമ്മുടെ മുന്നിലെത്തുന്ന പ്രതിസന്ധികളെ നേരിടാനും പഠിച്ചിരിക്കണം. എന്തെല്ലാം വിപത്തുകളാണ് കുഞ്ഞിനുമേൽ വരാനിരിക്കുന്നത്, അതിൽ നിന്ന് സ്വയം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നെല്ലാം തള്ളക്കോഴി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു നൽകുന്നു. തള്ളക്കോഴിക്ക് മാതാപിതാക്കളിൽ നിന്ന് കൈമാറി കിട്ടിയ അറിവുകളാണ് അവർ അവരുടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നേരമായി നിനക്കു ജീവിക്കാൻ നേരമിന്നു തിരക്കു കൂട്ടുന്നു എന്നു പറയുന്നിടത്ത് ജീവിതത്തിൽ ഒരു ഘട്ടം എത്തുമ്പോൾ സ്വയം പര്യാപ്തമാവേണ്ടത് പര്യാപ്തം ആവേണ്ടതിൻ്റെ നാക്കാട്ടോ. സ്വയം പര്യാപ്തം ആവേണ്ടതിൻ്റെ അനിവാര്യത കേട്ടോ. അവിടെ ഇന്ത്യയാണ്. സ്വയം പര്യാപ്തം ആവേണ്ടതിൻ്റെ അനിവാര്യത വ്യക്തമാക്കുന്നു. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്. ഫുൾ സ്റ്റോപ്പ് ഇടുക. സമയം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാഹചര്യങ്ങളെ നേരിടാൻ സ്വയം പര്യാപ്തരാക്കുക കുഞ്ഞുങ്ങളെ എന്നതാണ് ഇവിടെ പറയുന്നത്. കടമനിട്ടയുടെ കോഴി എന്ന കവിത സ്വയം സംരക്ഷിക്കേണ്ടതിന്റെ അനിവാര്യത വിശദമായി നൽകുകയാണ്. സ്വയം പര്യാപ്തമാകേണ്ടതിന്റെ ആവശ്യകത ബാലനായ കടൽ കോഴിക്ക് മാതാപിതാക്കളും സഹോദരങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നു. അത് ഇപ്പൊ നമ്മൾ പഠിച്ച ആദ്യത്തെ പറക്കലിലാണ് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഭയം ഉപേക്ഷിച്ച് വിജയത്തിലേക്ക് പറന്നുയരാൻ ബാലനായ കടൽ കോഴിക്ക് സാധിച്ചതെങ്ങനെ? ആരെല്ലാം അവനെ പിന്തുണ നൽകി? എങ്ങനെയാണ് അവരവനെ പിന്തുണച്ചത്? ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. നിങ്ങളുടെ നിരീക്ഷണങ്ങളും ചർച്ചയിലൂടെ വ്യക്തമായ കാര്യങ്ങളുമെല്ലാം ചേർത്ത് ഈ കഥയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതൂ. നമുക്ക് ആസ്വാദനമാണ് എഴുതേണ്ടത്. നോക്കാം. ഇത് ആസ്വാദനക്കുറിപ്പാണ്. ആദ്യത്തെ പറക്കൽ എന്ന ലിയാം ഓം ഫ്ലാഹർട്ടിയുടെ കഥയിൽ കടൽക്കോഴികളെ കുറിച്ചാണ് പറയുന്നത്. കടൽക്കോഴികളെ കഥാപാത്രമാക്കി ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യാം എന്ന് പറയുകയാണ് ആദ്യത്തെ പറക്കൽ എന്ന കൃതിയിലൂടെ കഥാകാരൻ. കടൽക്കോഴി എന്ന് പറയുമ്പോൾ 2 കാ ഉണ്ട് കേട്ടോ. ഇത് ടൈപ്പ് ചെയ്തപ്പോൾ വന്നതാണ്, 1 കാ മാത്രം. കടൽക്കോഴികളെ കുറിച്ച് ഓക്കെ. ബാലനായ കടൽ കോഴിക്ക് പറക്കാനുള്ള 2 കാ തന്നെയാണ്. പറക്കാനുള്ള സമയം എത്തിയിരിക്കുന്നു. എന്നാൽ അവന്റെ ഭയം കാരണം അവൻ പറക്കുന്നില്ല. അവന്റെ 2 ജ്യേഷ്ഠന്മാരും സഹോദരിയും നല്ലപോലെ പറക്കുകയും സ്വന്തമായി മത്സ്യങ്ങളെ പിടിച്ചു കഴിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ബാലനായ കടൽ കോഴിക്ക് മാത്രം പറക്കാൻ ഭയമാണ്. ഓക്കെ. നീളം കുറഞ്ഞ ചിറകുള്ള സഹോദരന്മാരെയാണ് കേട്ടോ. എന്നിട്ടും അവൻ കരുതുന്നത് അവന്റെ ചിറകുകൾക്ക് പറക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു. മാതാപിതാക്കളും സഹോദരങ്ങളും പറക്കാനായി അവനെ നിർബന്ധിക്കുകയും പറക്കാത്ത അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടും അവൻ പറക്കാൻ തയ്യാറായില്ല. ഒടുവിൽ വിശന്നു അവശനായ ഒരു അവസരത്തിൽ അവൻ പറക്കുന്നു. ഭയത്തെ അതിജീവിച്ച് പറന്നു വരുന്ന ബാലനായ കടൽ കോഴിയെ എല്ലാവരും പ്രശംസിക്കുന്നുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ തരണം ചെയ്യണമെന്ന് ബാലനായ കടൽ കോഴിയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും പ്രതിസന്ധികളിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ മുന്നേറാൻ കഴിയുകയുള്ളൂ എന്നും ഭയം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും ആദ്യത്തെ പറക്കൽ എന്ന കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ആസ്വാദനമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അടുത്തത് അത്രയേ ഉള്ളൂ. നമുക്ക് ആസ്വാദനവും അത് മാത്രമേ ഇതിൽ എക്സസൈസ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.